ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി തട്ടുകട സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പല ടേസ്റ്റിലും പല സ്റ്റൈലിലും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം തട്ടുകട സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനിവിടെ പറയാം. ആദ്യം നമുക്കിവിടെ കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ജീരകം പൊടിച്ചത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, തൈര്, വറ്റൽമുളക് പൊടിച്ചത്, പിന്നെ നമുക്ക് അരിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത്. ഇനി നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, റൈസ് പൗഡർ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. അതില്ലെങ്കിൽ നമുക്ക് വിനെഗർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർക്കാം. ഇനി നമുക്കിത് 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യാം. അങ്ങനെ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഓരോരോ പീസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡ് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. തൈരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നമുക്ക് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് കോരി മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ബൈ ഫ്രണ്ട്സ്, താങ്ക്